ഞാൻ ഒരു കാര്യം വിശ്വസിച്ച് അത് സംഭവിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് അന്ന് രാത്രി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മാതാവിൻ്റെ രൂപം തിരിയിൽ വന്നത്. എൻ്റെ ഹസ്ബൻഡ് ഒരു ഹിന്ദു ബ്രാഹ്മിൻസാണ്. അപ്പോൾ ഹസ്ബൻഡിന് മാതാവിലും ഈശോയിലും അങ്ങനെ വിശ്വാസമൊന്നുമില്ല. അവരവരുടെ ഇതിൽ തന്നെ വിശ്വസിച്ച് പോകുന്ന ഒരാളാണ്. ഞാൻ ഉടമ്പടി എടുത്ത് ഒരു 7-8 മാസം കഴിഞ്ഞപ്പോഴാണ് ഇത് സംഭവിച്ചത്. എൻ്റെ മകൾക്ക് ഒരു ബ്രേസ്ലെറ്റ് വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എൻ്റെ സ്വർണം കൊടുത്തിട്ടാണ് ഞാൻ അവൾക്ക് ഒരു ബ്രേസ്ലെറ്റ് വാങ്ങിയത്. കാരണം സാമ്പത്തികമായിട്ട് കുറേ ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. അത് അവൾ ഇട്ടിട്ട് അന്നേ ദിവസം രാത്രി ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് അടുത്ത വീട്ടിൽ പോയിട്ട് തിരിച്ച് വരുമ്പോഴേക്കും ബ്രേസ്ലെറ്റ് കാണുന്നുണ്ടായിരുന്നില്ല. ഞാൻ കുറേയൊക്കെ തിരക്കി. കുറേ എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി തിരക്കാനായിട്ട് ആ വീട്ടിലും പോയ സ്ഥലത്തും പിന്നെ റോഡിലും എല്ലാം ഞാൻ ഒരുപാട് തിരക്കിയായിരുന്നു. പക്ഷേ കിട്ടിയില്ല. ഹസ്ബൻഡിൻ്റെ മൈൻഡ് എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ സ്വന്തം മകൾക്ക് കൊടുക്കണം എന്നതിൽ കൂടുതൽ ചേട്ടൻ്റെ മകന് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് ഹസ്ബൻഡ് സംസാരിക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡ് ഒരുപാട് എന്നെ അങ്ങോട്ട് കുറ്റപ്പെടുത്താൻ തുടങ്ങി. എൻ്റെ ചേട്ടൻ്റെ കൊച്ചിന് കൊടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള രീതിയിൽ. എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം ജീവിതത്തിൽ എത്ര കഷ്ടം വന്നിട്ടുണ്ടെങ്കിലും ദൈവം അല്ലാണ്ട് ഞങ്ങളുടെ കൂടെ ആരും നിന്നിട്ടില്ല എന്നുള്ളതാണ്. കേട്ട് ഒരുപാട് സങ്കടമായപ്പോൾ ഞാൻ മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് വിശ്വാസ പ്രമാണവും 7 സ്വർഗസ്ഥനായ നന്മറിയും ചൊല്ലി മാതാവിൻ്റെ ഉപ്പെടുത്തിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അമ്മേ, ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് 10:30 മുമ്പ് ഈ സ്വർണം എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞത്, അതൊന്നും കിട്ടാനൊന്നുമില്ല, നീ അത് ഇനിയിപ്പോൾ പ്രതീക്ഷിക്കണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും എടുത്തിട്ട് പോയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടിയുടെ അടിയിൽ പോയി കതഞ്ഞൊക്കെ പോയിട്ടുണ്ടാവും, അത് കിട്ടിയിട്ടും കാര്യമില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് കളിയാക്കി എന്നെ. അങ്ങനെ പിന്നെയും മാതാവിൻ്റെ ഉപ്പെടുത്തിട്ട് ഞാൻ പോയി റോട്ടിലൊക്കെ ഞാൻ വെതറി. പിന്നെ ഞാൻ കുറേ പ്രാവശ്യം നോക്കി, കിട്ടിയില്ല. രാത്രി ഒരു 9:30 ആയപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് സങ്കടം വന്നു കരയാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ മോള് പറഞ്ഞു, നമുക്കൊന്ന് ഒരു പ്രാവശ്യം കൂടി നോക്കാം എന്ന് പറഞ്ഞ് മോള് പുറത്തേക്ക് ഇറങ്ങി. അവൾ ഒറ്റയ്ക്ക് വിടണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ അവളുടെ കൂടെ പോയി. അവൾ ഒരു സൈഡിൽ നോക്കിക്കൊണ്ട് പോയപ്പോൾ ഞാൻ ഇപ്പുറത്തെ സൈഡിൽ നോക്കി. ആ സൈഡിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം അന്വേഷിച്ച സാധനം ആ സമയത്ത് ആരോ കയ്യിൽ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത് പോലെ ഇങ്ങനെ മേളിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഈ അത്ഭുതം സംഭവിച്ചതും ഈ സ്വർണ്ണം എൻ്റെ കയ്യിൽ കിട്ടിയതും ഞാൻ മാതാവിനോടുള്ള ആ വിശ്വാസം പ്രഖ്യാപിച്ചപ്പോഴാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ എനിക്ക് അത് തന്നിരിക്കും ഇന്ന് ഉറങ്ങണേ മുമ്പ്. അത് സംഭവിക്കോ ഇല്ലേ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നില്ല. ശരിക്കും കുറേ രോഗങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഭയം വരാറുണ്ട്. പക്ഷേ എപ്പോഴും ഭയം വരുമ്പോൾ നമ്മളത് വിശ്വാസത്തിന് എതിരായിട്ടുള്ളൊരു കാര്യമാണ് ഭയം. നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ മാതാവ് ഈശോയും ഇടപെടും എന്നുള്ളത് സത്യമാണ്. അന്നത്തെ ദിവസം രാത്രി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്കെന്തോ ഒരു രൂപം തെളിഞ്ഞു വരുന്ന പോലെയാണ് തോന്നിയത്. പെട്ടെന്ന് ഞാൻ തിരികെ കിടത്തി രാവിലെ ആയപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ കണ്ണ്, മൂക്ക്, വായ എല്ലാം ഉണ്ട്. മാതാവിൻ്റെ അതേ രൂപത്തിൽ എനിക്ക് അങ്ങനെ മാതാവിൻ്റെ രൂപം ആ തിരിയിൽ കിട്ടി. അപ്പോൾ തന്നെ ഞാനത് എടുത്ത് സൂക്ഷിച്ചു വെച്ചു. യോഗ്യത ഉണ്ടോ എന്നറിയില്ല, എന്നാലും മാതാവ് ഇത്രയൊക്കെ നമ്മൾക്ക് അനുഗ്രഹം തരുമ്പോൾ എന്ത് പറഞ്ഞ് നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ ദൈവാത്ഭുതം പ്രവർത്തിക്കും എന്ന് പറയുന്നത് ബൈബിളിൽ പറയുന്ന വാക്ക് സത്യമാണ്.